ഇന്ന് പറയാൻ പോകുന്നത് ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള സാമ്യതയും വൈരുദ്ധ്യവും എന്തൊക്കെയാണെന്നാണ്. നമുക്കറിയാം, കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പരസ്പരം വെല്ലുവിളിക്കുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ആരാണെന്ന് കേട്ടു കഴിഞ്ഞാൽ ഒന്ന് ഇടതുപക്ഷ CPM-ഉം ഒന്ന് BJP-യുമാണ്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടലുകളുണ്ട്. അപ്പോൾ രാഷ്ട്രീയ അഭിപ്രായം, അതായത് BJP-യുടെ രാഷ്ട്രീയവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്ന ഒന്നല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ വോട്ട് ബാങ്ക് എവിടെയാണ് നിൽക്കുന്നതെന്ന് കേട്ടു കഴിഞ്ഞാൽ കേരളത്തിന്റെ വോട്ട് ബാങ്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് യഥാർത്ഥത്തിൽ പോകുന്നത് കോൺഗ്രസിനാണ് പോകുന്നത്, അല്ലാതെ ഇടതുപക്ഷത്തിനോ BJP-ക്കോ വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, സാധാരണ ന്യൂനപക്ഷ മേഖലയിൽ ഇടതുപക്ഷം വിജയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊരു ഉത്തരവെന്ന് പറയുന്നത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മലപ്പുറം പോലുള്ള ജില്ലകൾ നോക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ കുത്തക 18-20 സീറ്റുകൾ എല്ലായ്പ്പോഴും അവർ അധികാരത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവർ നേടുകയാണ്. അതായത് ആ ന്യൂനപക്ഷ മേഖലകളിലുള്ള മൊത്തം സീറ്റുകളും മുസ്ലിം ലീഗ് നേടുകയാണ്. പിന്നെ രണ്ടാമത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുള്ള കോട്ടയം പോലുള്ള ഭാഗങ്ങളിൽ അത് കേരള കോൺഗ്രസുകളുടെ കുത്തക സീറ്റുകളാണ്. അപ്പോൾ അവിടെ ഒന്നും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കില്ല. അഥവാ വിജയിച്ചു കഴിഞ്ഞാൽ പോലും ഏതെങ്കിലും സ്വതന്ത്രന്റെ വല്ലതും പിന്തുണയോടുകൂടി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇടത് സ്വതന്ത്രനായിട്ട് നന്നായിട്ട് ജയിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കാം, പിന്നെയുള്ളത് പ്രധാനമായിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കാണ്. ഇത് രണ്ട് പാർട്ടികളും, അതായത് ഇടതുപക്ഷത്തിന്റെയും ഏറ്റവും വലിയ വോട്ട് ബാങ്കാണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളാണ് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. BJP-ക്കാണെങ്കിൽ ഒട്ടും സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷം എന്തുകൊണ്ടാണ് രണ്ടാമത് വരുന്നത്. അപ്പോൾ ആ രണ്ടാമത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ കോൺഗ്രസ് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷമാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. അവിടുത്തെ അല്ലാത്ത ജനങ്ങൾക്കുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്, BJP അല്ല. അവർ BJP-ക്ക് വോട്ട് നൽകില്ല. അങ്ങനെയാണ് ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള മത്സരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ രണ്ടു പാർട്ടികളും ഇങ്ങനെ ഈ വോട്ട് ബാങ്ക്, അതായത് ഇവർ പരസ്പരം വെല്ലുവിളിക്കുന്നതിനുള്ള ഒരു കാരണം ഈ രണ്ടുപേരുടെയും വോട്ട് ബാങ്കുകളിൽ ചോർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എങ്കിലും കേരളത്തിലിപ്പോ പല BJP നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 2026-ലും ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതായിരിക്കും നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന കോൺഗ്രസിന്റെ അവര് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഒരു BJP-യുടെ ഒരു അജണ്ടയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ. അപ്പൊ ഇടതുപക്ഷത്തിനോടുള്ള സ്നേഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തോടുള്ള സ്നേഹമല്ല, കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ ഒരു സംസാരം വരുന്നത്. അപ്പോൾ നമുക്കറിയാം പരസ്പരം ഒരുപാട് വെല്ലുവിളിക്കുന്നു എങ്കിലും ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ഇടതുപക്ഷവും BJP-യും തമ്മിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവർ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നിഷേധിക്കുമെങ്കിലും പല മേഖലകളിൽ പോകുമ്പോഴും അത് ധാരാളമുണ്ട്. പിന്നെ എന്തിനാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന BJP-യാണ്, അല്ലെങ്കിൽ BJP നേതാക്കളുടെ BJP-യുടെ സിദ്ധാന്തങ്ങളെയാണ്. കാരണം എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ സിദ്ധാന്തങ്ങൾക്ക് ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ആകെ പിടിവള്ളി എന്ന് പറയുന്നത് BJP-യെ എതിർക്കുക, അല്ലെങ്കിൽ BJP എന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക, അതുകൊണ്ട് അണികളെ ഒന്ന് ഉഷാറാക്കി നിർത്തുക. കാരണം അവരുടെ ഇപ്പോഴത്തെ ഏത് സമരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ BJP-ക്കെതിരെയുള്ള സമരമാണ്. കാരണം അണികളെ ഏതെങ്കിലും രീതിയിൽ ഉഷാറാക്കി നിർത്തണം. അല്ലാതെ നേതാക്കളുടെ ഇടയിൽ BJP-യുടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ ഇടയിൽ അന്തർധാരകൾക്ക് എന്തെങ്കിലും കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവരുടെ അണികളെ തൃപ്തിപ്പെടുത്തണമല്ലോ. അണികളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ BJP-ക്ക് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് ചീത്ത വിളിക്കേണ്ടി വരും, ഇടതുപക്ഷത്തിന് തിരിച്ചെങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അണികൾ രണ്ടിടത്ത് നിന്ന്
കാരണം അണികളിലെ ഉഷാറാക്കി നിർത്തണമെങ്കിൽ ഇതുപോലുള്ള പ്രസ്താവനകളെല്ലാം നടത്തേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ, അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ കോൺഗ്രസ് പറയുന്നത് ഇടതുപക്ഷവും BJPയും എന്ന് പറയുന്നത് സയാമീസ് ഇരട്ടകളാണ് എന്നൊക്കെ ചില നേതാക്കൾ പ്രസ്താവനകൾ നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാം യാഥാർത്ഥ്യമല്ലെങ്കിലും ചിലതെല്ലാം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം അങ്ങനെ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരിടത്തും അവർക്കിപ്പോൾ നിലവിൽ അധികാരമില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള അധികാരം അവർക്ക് നിലനിർത്തിയില്ല എങ്കിൽ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം പ്രതിപക്ഷത്ത് പോയ സംസ്ഥാനങ്ങളിൽ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. അതായത് തുടർച്ചയായിട്ട് 35 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ 25 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ത്രിപുരയിലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുന്നുവെന്ന് ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇവിടെയുള്ള കേരളത്തിന്റെ അധികാരം നിലനിർത്തണം. അപ്പോൾ BJPക്കും ആഗ്രഹമുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരരുത്. സാധാരണ BJP അധികാരത്തിൽ വരില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന നാളുകൾ എന്ന് പറയുന്ന രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെന്റുകളുടെയൊക്കെ നാളുകളായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം.